ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യൻ്റെ ശബ്ദം എൻ്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. ആ മനുഷ്യൻ പറഞ്ഞ ഒരു സിനിമാ നടിയുടെ പേരുണ്ടല്ലോ, ആ പേരിൻ്റെ സ്ഥാനത്ത് മറ്റേത് വനിതയെ ആലോചിക്കാമല്ലോ. അങ്ങനൊരു മാധ്യമപ്രവർത്തകയാണല്ലോ സ്മൃതി പരുത്തിക്കാടും. അത്ര നീചമായ മനസ്സുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ എത്ര സൗഹാർദ്ദപാത്രമായിട്ടാണ് സംസാരിക്കുന്നത്? അയാളെ ഈ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യങ്ങൾ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ച ആളുകൾ ഇപ്പോൾ ചർച്ചയിൽ വന്നിട്ട് പറയുകയാണ് ഭീഷണി. ഇതിൻ്റെ അകത്ത് മഞ്ജുവാരുടെ പേരിന് പകരം നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ആരുടെ പേരും ആകാം. ഇതേ വടകരെ തന്നെയാണ് ബിനു എന്ന് പറഞ്ഞൊരു പയ്യനെ കൊന്നത്. ബിനുവിനെ കൊന്നതിന് കാരണം എന്താണ്? ബലാത്സംഗം ചെയ്തു. ആരെ ബലാത്സംഗം ചെയ്തു? തിരുവമ്പറമ്പിൽ വനിതയെ ബലാത്സംഗം ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ വ്യാജമുണ്ടാക്കിയിട്ട് അവർ ഈ മരിച്ചുപോയ ബിനുവിൻ്റെ അമ്മയുണ്ടല്ലോ ഭ്രാന്ത് എടുത്തു നടന്നു. എല്ലാ ചെറുപ്പക്കാരെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോൻ ബിനുവാണോ എന്ന് ചോദിച്ചു. ഇത് കണ്ടപ്പോഴാണ് ആ സ്ത്രീ തിരുവമ്പറമ്പിലെ വനിത മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആക്ഷേപത്തിന് വിധേയമായ ആ ഇരയായിട്ടുള്ള വനിത സത്യം പുറത്തു പറയുന്നത് എന്നെ ബിനു മാനഭംഗം ചെയ്തിട്ടില്ല, ഇവർ പൈസ തന്നിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ കേരളത്തിൽ നിങ്ങൾ കേട്ടാ? നിങ്ങൾക്കാർക്കും തോന്നാത്ത എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി? ഇനി RMB ഇവിടെ കാണിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? RMBയിലെ പഴയ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? ഇത്തരം നാടകങ്ങൾ ഇഷ്ടംപോലെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായെന്ന് കേട്ട ഉടനെ ക്ഷോഭജനകമായി ഒരു അന്തസ്സുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ചർച്ച നിർത്തായിരുന്നല്ലോ, ഇത് ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോകല്ലോ. സ്മൃതി പരുത്തിക്കാരനോട് എൻ്റെ ചോദ്യം, P. മോഹനൻ മാസ്റ്റർ RMB ആയിട്ട് എന്താ തർക്കം? നിങ്ങളുടെ ലീഡിങ് ക്വസ്റ്റ്യൻ ആണല്ലോ. സ്മൃതി ആരുടെ ദാസ്യവേലയാണ് ചെയ്യുന്നത്? അല്പം നാണം വേട്ടോ കേട്ടോ.